ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. കുടുംബ ബന്ധങ്ങൾ ഒരു കൂച്ചുവിലങ്ങ് പോലെയാണെന്ന് ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ടി പലപ്പോഴും സ്വന്തം ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരാറുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നൊരു ന്യായീകരണം. അപ്പം അത്തരത്തിൽ നമ്മൾ സ്വന്തം ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരുമ്പോൾ കുടുംബ ബന്ധം ഒരു ബാധ്യതയായി മാറുന്നുണ്ടോ? കുടുംബ ബന്ധങ്ങൾ ഒരു കൂച്ചുവിലങ്ങായി മാറുന്നത് കുടുംബ ബന്ധങ്ങൾ ആരംഭിക്കുന്ന സിറ്റുവേഷനിലുള്ള നമ്മുടെ ചിന്തകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. നമ്മളൊരു കുടുംബ ബന്ധം ഉണ്ടാവുക, ഒരു കുടുംബ ബന്ധം എവിടെ നിന്നാണ് പലപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക? ഒരു പുതിയ കുടുംബം ആരംഭിക്കുന്നത് വിവാഹത്തിൽ നിന്നായിരിക്കും ആരംഭിക്കുക. കാരണം അതിനു മുമ്പ് തൻ്റെ അച്ഛനും അമ്മയും ഏട്ടനും അനിയനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു ടോട്ടൽ സ്ട്രക്ചറിൽ നിന്ന് ഞാൻ സ്വന്തമായിട്ട് ഒരു പുതിയ ശാഖ ആരംഭിക്കുക, ഒരു പുതിയ ബ്രാഞ്ച് ആരംഭിക്കുക എന്നുള്ളതാണ് ശരിക്കും ഒരു കുടുംബം ആരംഭിക്കുന്ന വിവാഹം എന്നുള്ളൊരു പ്രക്രിയയുടെ ഒരാരംഭം നമുക്ക് പറയാൻ പറ്റും. കാരണം ഇന്നലെ അച്ഛൻ അമ്മ എന്നുള്ളതിൽ നിന്ന് ഞങ്ങൾ 4 കുട്ടികളുണ്ടായി. ആ 4 കുട്ടികളിൽ അവിടുന്ന് പിന്നെ ഈ എൻ്റെ ഭാഗത്തു നിന്ന് വീണ്ടും അടുത്ത ഒരു കുടുംബം ക്രിയേറ്റ് ചെയ്യിക്കാൻ വേണ്ടി അടുത്ത ഒരു ലെവലിലേക്ക് വരുന്നു. അവിടെ 3-4 കുട്ടികളോ അല്ലെങ്കിൽ അവിടുത്തെ താഴെ അവരുടെ കുട്ടികളൊക്കെ ആയിട്ട് അവിടുന്ന് വീണ്ടും ഒരു തലമുറയുടെ വേറെ ഒരു ലെവൽ തുടങ്ങാൻ പോവുക. ഇതാണ് ശരിക്കും കുടുംബത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ട്. എന്നാൽ ഈ പുതിയ കുടുംബം ആരംഭിക്കാൻ പോകുന്ന ഒരു പ്രായവും സാഹചര്യവും, ഒരു വിവാഹം കഴിക്കാൻ പോകുന്ന ഒരാളുടെ മാനസികാവസ്ഥയും അയാളുടെ ലക്ഷ്യബോധവും ഒക്കെ എന്തായിരിക്കും? അവർ എന്തൊക്കെ വിചാരിച്ചിട്ടാണ് ഒരു കുടുംബം ഉണ്ടാക്കാൻ ആ സമയത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക? 18 വയസ്സുള്ള ഒരു കുട്ടിയും 21 വയസ്സുള്ള ഒരു ആൺകുട്ടിയും തമ്മിൽ, ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ ഇഷ്ടത്തിലാവുന്ന ഒരു സാഹചര്യത്തിൽ അവരൊരു 2 വർഷം 3 വർഷമാണ് കഴിയുമ്പോൾ അവർ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് അവർ ഭാവിയെപ്പറ്റി ഏതെല്ലാം തരത്തിലുള്ള സ്വപ്നങ്ങളാണ് അവർ കണ്ടിട്ടുണ്ടാവുക? അവർക്ക് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള തോട്ട്സാണ് അവിടെ വരുന്നുള്ളൂ. അവർക്ക് അവരെപ്പറ്റി മാത്രമാണ് അവരുടെ ചിന്ത, അല്ലെങ്കിൽ അവരുടെ ആ തലമുറയുടെ ബിഗിനിങ് അപ്പുറേക്ക് ഒരു കാര്യം ആ സമയത്ത് വരുന്നില്ല. അപ്പോൾ ചിന്തകളൊന്നുമില്ലാതെ അല്ലെങ്കിൽ സംസാരിക്കുന്നത് മുഴുവൻ നമുക്ക് എൻജോയ് ചെയ്ത് പോകണം എന്നുള്ള ഒരു കാലഘട്ടത്തിൽ വന്നിട്ട് അവർക്ക് കുട്ടി ഉണ്ടാവുന്നു. കുട്ടി ഉണ്ടായി വരുമ്പോൾ അവരുടെ മൊത്തം മാനസികാവസ്ഥയിൽ അതുവരെ ഉണ്ടായിരുന്ന എൻജോയിങ് മാനസികാവസ്ഥയിൽ നിന്ന് വേറെ ഒരു ഹൈ റെസ്പോൺസിബിലിറ്റി മാനസികാവസ്ഥയിലേക്ക് ഇവരങ്ങൾ മാറുകയാണ്. അതായത് 18-21 വയസ്സുള്ള കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രേമത്തിൽ നിന്ന് 24-26 വയസ്സൊക്കെ ആകുമ്പോഴേക്കും വിവാഹം കഴിച്ച് കഴിഞ്ഞ് 27 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടി ഉണ്ടാവുന്നു. ആ 27 വയസ്സ് വരെ ഇവർ എൻജോയ് ചെയ്ത് നടന്ന മാനസികാവസ്ഥയിൽ നിന്ന് പെട്ടെന്നൊരു കുട്ടി ഉണ്ടാകുമ്പോൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളായി ഇവർ രണ്ടുപേരും അങ്ങോട്ട് സ്വയം മാറുകയാണ്. അതിലുള്ള എൻജോയ്മെൻറ്റിൽ നിന്നുള്ളൊക്കെ ഒരു ചേഞ്ച് വന്നിട്ട്, കാരണം പിന്നെ മുഴുവൻ ചിന്തകളും ആ കുട്ടിയിലാണ് പിന്നെ പ്രതീക്ഷകൾ മുഴുവൻ. ആ കുട്ടിയെ ഇങ്ങനെയാക്കണം, ആ കുട്ടിയെ IAS ആക്കണം, കളക്ടറാക്കണം, അല്ലെങ്കിൽ വിദേശത്ത് കൊണ്ടുപോയി ഇങ്ങനെ പഠിപ്പിക്കണം എന്ന് ഈ ചെറുപ്രായത്തിൽ അവർ ചിന്തിച്ചു തുടങ്ങുകയാണ്. ഈ ചിന്ത 2 പേർക്കും 2 തരത്തിലാവാൻ വരുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് വരുന്ന രീതിയൊന്നാവാം, ഭർത്താവിന് വരുന്ന രീതിയൊന്നാവാം. ഈ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി, കുട്ടിയെ ട്യൂഷൻ എടുക്കാൻ വേണ്ടി, കുട്ടിയെ പുതിയ കലകൾ പഠിപ്പിക്കാൻ വേണ്ടി, അതായത് എന്തൊക്കെ ഈ നാട്ടിലുണ്ടോ അതെല്ലാം ആ കുട്ടിക്ക് ലഭിക്കാൻ വേണ്ടി ഇവർ മത്സരിച്ച് പോകുന്നു. ഈ പോകുന്ന സമയത്ത് ഇവരുടെ ശ്രദ്ധ ഇങ്ങോട്ടാണ്. ആ സമയത്ത് ഇവർക്ക് അതുവരെ ഉണ്ടായിരുന്ന ഒരു എൻജോയ്മെൻറ്റ് പാർട്ട് നഷ്ടപ്പെടുകയാണ്. പിന്നെ സംസാരിക്കുന്ന വളരെ ഗൗരവത്തോടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഹാപ്പിനെസ് നഷ്ടപ്പെട്ടു. അവിടെ ആ ഒരു പ്രേമം എന്നുള്ള വികാരം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആധികാരികത എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറ്റം വരും. ഈ ആധികാരികതയുടെ അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും സംസാരിക്കുന്നത് ഡിമാൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളത് ചെയ്യണം, നിങ്ങളിത് ചെയ്യണമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുമ്പോൾ ഉണ്ടാവുന്ന വാല്യൂവിലുണ്ടാവുന്ന അല്ലെങ്കിൽ വ്യക്തിത്വത്തിൽ തോന്നുന്ന ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അതുണ്ടാവുന്ന ആ ഒരു കോംപ്ലക്സൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇഷ്യൂ ഭയങ്കര. അവിടെയാണ് ശരിക്കും കുടുംബ ബന്ധത്തിൽ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളുടെ ഒരു ആരംഭം ഉണ്ടായി വരിക. അവിടെ മുതലാണ് പലപ്പോഴും ബാധ്യത എന്നുള്ളതിലേക്ക് എത്തുന്ന കോംപ്രമൈസായി മാറുന്നത്. എന്നാണ് ഒരു കോംപ്രമൈസ് തുടങ്ങുന്നത്? കാരണം ജീവിതത്തിൽ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ജീവിതത്തിൽ എപ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റ് വേണം, കോംപ്രമൈസ് ചെയ്യണമെന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്നാണ് ജീവിതത്തിൽ ഒരു കോംപ്രമൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്നുണ്ട് ജീവിതത്തിൻ്റെ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ. കാരണം വേറുന്നുണ്ട് റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗത്തിൽ ആ കുട്ടിയെ എൻജോയ് ചെയ്യാനും കുട്ടിയെ കളിപ്പിക്കാനും ഒക്കെ
അവർക്ക് ഉത്തരവാദിത്വം വരുന്ന ഒരു കാലം കഴിയുമ്പോൾ അതേ സമയത്ത് ഇവർക്ക് നഷ്ടപ്പെട്ട ആ ഒരു പ്രേമത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൻ്റെ വരുമ്പോൾ അവിടെ ഗൗരവത്തിലേക്ക് മാത്രം മാറുമ്പോൾ അല്ലെങ്കിൽ ഈ കുട്ടിയെ നാളെ വളർത്താൻ വേണ്ടി കൂടുതൽ ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ സംഭവം ചെയ്യണം എന്നുള്ള പരാക്രമത്തിൻ്റെ പുറത്ത് വീണ്ടും ജോലികളിലേക്ക് മാത്രം ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ബന്ധം പരസ്പര ബന്ധത്തിന് ഉണ്ടാകുന്ന ഗ്യാപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഫ്രിക്ഷൻസൊക്കെ അവിടെ ഒരു വലിയ പ്രശ്നമായി മാറുകയാണ്. അപ്പോൾ അവിടെ അത് പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഈ കുട്ടിക്ക് വേണ്ടിയും കൂടി കാരണം നമ്മുടെ കുട്ടിയാണ്, ആ കുട്ടിക്ക് മെൻ്റലി പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി പരസ്പരം ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ അവിടെ കോംപ്രമൈസ് ചെയ്തു തുടങ്ങും. എന്ന് ഒരു കോംപ്രമൈസ് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്ന് അതൊരു അഡ്ജസ്റ്റ്മെൻറ്റായി മാറുന്നു. അപ്പോഴത്തൊട്ട് റിലേഷൻസ് തീർച്ചയായിട്ടും ഗ്യാപ്പായി തുടങ്ങുന്നു. നമ്മളെപ്പോഴും കോംപ്രമൈസോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സോ ഒരിക്കലും ഒരു ബേസിക് പരിഹാരം പോലുമല്ല. പ്രത്യേകിച്ച് ബന്ധങ്ങൾക്കിടയ്ക്ക് അഡ്ജസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ കോംപ്രമൈസോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വാല്യൂ എന്നുള്ളൊരു പാർട്ട് അവിടെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നത്. വാല്യൂ ഇല്ലായെങ്കിൽ ബന്ധങ്ങളില്ല. പരസ്പരമുള്ള വാല്യൂവിലാണ് ബന്ധം എന്നത് നിൽക്കുന്നത്. ആ ബന്ധം മാറ്റി അവിടെ കോംപ്രമൈസ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഗ്യാപ്പ് അവിടെ വളർന്നു വരുന്നു. ആ ഒരു ഗ്യാപ്പ് വളർന്ന് ഒരു സ്റ്റേജിന് അപ്പുറേക്ക് പോകുമ്പോൾ ഇതാരും വന്ന് സഹായിച്ച് ചേർക്കാൻ വരുന്നില്ല. കാരണം ഒരു പരിധിവരെ ഈ ഗ്യാപ്പ് വരുന്നത് പുറത്താരും അറിയുന്നില്ല. അറിഞ്ഞാൽ പോലും പുറത്തുനിന്ന് ഒരാൾക്ക് വന്ന് ഇതിനകത്ത് സഹായിക്കാൻ വളരെയധികം പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. ഇവർ തന്നെ ഇത് മനസ്സിലാകുന്നുമില്ല. നേരെ തിരിച്ച് നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് എന്താണ് പ്രോബ്ലം എന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നമ്മൾ പരസ്പരം ചോദിച്ച് യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്, എന്താണ് ഇപ്പോൾ ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ, ഓക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നാൽ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, എന്താണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് ആ ബന്ധങ്ങളെ നമുക്ക് കൂടുതൽ കൂട്ടി യോജിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവിടെ നിന്ന് നമുക്ക് മുമ്പോട്ട് പോകുന്ന സമയത്ത് വളരെ എളുപ്പമാകും. അപ്പോൾ തലമുറകൾ മുമ്പോട്ട് പോകുമ്പോൾ എന്നാണൊരു ബന്ധം അല്ലെങ്കിൽ ഒരു പുതിയ കുടുംബം ആരംഭിക്കുന്നത്, കുടുംബം എന്നുള്ളത് പറയണല്ലോ, 2 പേര് കൂടിയതല്ല കുടുംബം. അവിടുന്ന് ആ ഒരു കുട്ടിയും അതിനുശേഷം വരുന്ന തലമുറയും കൂടെ കൂടുന്ന ഒരു ആരംഭത്തിനെയാണ് കുടുംബത്തിന് ബിഗിനിങ് വരുന്നത്. അത് ഒരുമിച്ചാവുമ്പോഴേ കുടുംബം ഉണ്ടാവുള്ളൂ. പക്ഷേ ആ കുടുംബമാവണമെങ്കിൽ ബന്ധങ്ങൾക്ക് തീർച്ചയായിട്ടും കൊടുക്കേണ്ട വാല്യൂ അണ്ടർസ്റ്റാൻഡിങ് ഓരോ പൊസിഷനിലും കൊടുത്ത് തന്നെ മുമ്പോട്ട് പോകണം. എനിക്ക് തോന്നുന്നത് പലരും പറയുന്നത് ഈ കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ടി വ്യക്തി സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കേണ്ടി വരുന്നു എന്നുള്ളൊരു പോയിന്റിലാണ് പലരും ഈ ഒരു രീതിയിൽ ചർച്ച ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിനോട് എന്താണ് അഭിപ്രായം? ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും കുട്ടികളും ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാകുമ്പോഴാണ് ഒരു കുടുംബത്തിൽ വരിക. തീർച്ചയായിട്ടും ഓരോ വ്യക്തികൾ അതിനകത്തുണ്ട്. പക്ഷേ എന്താണ് ഒരു വ്യക്തി? ഒരു വ്യക്തി എന്നത് തന്നെ ഒരു കഴിവാണ്, ഒരു യുണീക്ക്നെസ്സാണത്. ഓരോ വ്യക്തികൾക്കും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കഴിവുകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻസുമാണുള്ളത്. കാരണം ഒരാൾ എന്ത് തരത്തിലുള്ള ചുമതലയാണ് ഏറ്റെടുത്തിരിക്കുന്നത്, അത് കുടുംബത്തെ ചുമതലയിൽ മാത്രമല്ല, കുടുംബത്തെ ചുമതലയിൽ. കാരണം ഒരു കുടുംബത്ത് ഭാര്യയും ഭർത്താവും അങ്ങനെ 2 പേര് വേണമെങ്കിൽ ഈ 2 പേര് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ള ഒരു വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്, 10 പൊരുത്തങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ 10 പൊരുത്തത്തിൽ ഒരു പൊരുത്തത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ ലീഡർഷിപ്പ് എന്നുള്ള സംഭവമാണ്. ലീഡർഷിപ്പ് എന്നുള്ള സംഭവം ഒരാൾക്ക് മാത്രം വേണ്ടതാണ്, 2 പേർക്കും കൂടി വേണ്ടതല്ല. കാരണം ഒരാൾ ലീഡറായിരിക്കണം, ഒരാൾ നല്ല ഇംപ്ലിമെൻ്ററായിരിക്കണം, ഒരു CEO ആവണം, ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ആവണം. ആദ്യത്തെ ആൾ ഒരു ലീഡറാണെങ്കിൽ രണ്ടാമത്തെ ആൾ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കണം, അത് നന്നായിട്ട് നടപ്പാക്കാൻ കഴിവുള്ളവരായിരിക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ കഴിയൂ. എന്നാൽ നേരെ തിരിച്ച് 2 പേരും ഒരേപോലെ ലീഡറാണെങ്കിലോ 2 പേർക്കും സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ മുമ്പോട്ട് പോകുന്നു, സ്വന്തമായിട്ടുള്ള വലിയ വലിയ ആശയങ്ങളുണ്ട്. പക്ഷേ മറ്റേ ആൾ പറയുന്ന ആശയം ഇവിടെ കേൾക്കില്ല. അവിടെ വ്യക്തിത്വത്തെ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരുന്നില്ല. നേരെ തിരിച്ച് ഒരാൾ ലീഡറും ഒരാൾ ഇംപ്ലിമെൻ്റർ ആവുകയാണെങ്കിൽ ഇംപ്ലിമെൻ്ററെ സംബന്ധിച്ചോളം ലീഡർ പറയുന്ന കാര്യത്തിനകത്ത് ഒരു പോയിൻ്റ് ഉണ്ട്, അത് നടപ്പാക്കണം. പക്ഷേ നടപ്പാക്കുന്നത് ഈ പറഞ്ഞ ലീഡർക്ക് സ്വയം ചെയ്യാവുന്ന കാര്യമില്ല. നടപ്പാക്കുന്ന ആളെ ലീഡർ അപ്രീഷിയേറ്റ് ചെയ്യും. ആ അപ്രീസിയേഷൻ കൊണ്ട് നടപ്പാക്കുന്ന ആൾ ഹാപ്പിയാവും. വീണ്ടും നല്ല ഗൈഡ് ലൈൻസ് കിട്ടാൻ വേണ്ടി തിരിച്ച് ലീഡറെ അപ്രോച്ച് ചെയ്യും. അപ്പോൾ ഭാര്യയും ഭർത്താവും വരുമ്പോൾ ഈ ഒരു 2 പാറ്റേണിൽ തന്നെ മുമ്പോട്ട് പോകുമ്പോൾ ഇവർ തമ്മിൽ ഒരു ജോയിൻ്റ് ആണെങ്കിൽ താഴെ അവരുടെ കിഡ്സ് സ്വാഭാവികമായിട്ടും ഇവരെ കണ്ടു വളരുകയും അല്ലെങ്കിൽ ഇവർക്ക് കൃത്യമായിട്ട് അവർക്ക് ഗൈഡ് ലൈൻ കൊടുക്കാനും ഈ പാരൻസിന് കഴിയുന്ന അവസ്ഥയിലേക്ക് വരും. പക്ഷേ അത് കൃത്യമായിട്ട് നടക്കാത്ത തരത്തിലാണ് ഇന്നത്തെ ബന്ധങ്ങൾ പോവുക. കാരണം 2 പേരും 2 ഡിഫറൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ, എല്ലാവർക്കും എല്ലാ കഴിവുണ്ട് എന്ന് സ്വയം അഹങ്കരിക്കുക, അല്ലെങ്കിൽ തോന്നുന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാവുക. എനിക്ക് എന്തും ചെയ്യാൻ കഴിയും എന്നുള്ള തെറ്റിദ്ധാരണ. ഞാനൊരു വലിയ ലീഡറാണെന്നും ഞാനൊരു വലിയ CEO ആണെന്നും ഇംപ്ലിമെൻ്റർ ആണെന്നും എന്ന് 2 പേർക്കും തോന്നിയാൽ ഒരു തരത്തിലും
പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നു വരില്ല. കാരണം ആരുടെയും ക്വാളിറ്റിയെ മറ്റേയാളുടെ ക്വാളിറ്റിയെ നമ്മൾ ഇന്ന് കാണുന്ന ഒരു ഷോർട്ട് ടൈം എന്താ പറയുക അപ്രീസിയേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടെ എന്തെങ്കിലും കണ്ടാൽ അപ്പം തന്നെ ഓ സൂപ്പർ എന്ന് പറയുന്ന ആദ്യത്തെ കുറച്ച് കാലത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം അതിനകത്ത് ആത്മാർത്ഥത ഇല്ലാത്തതാണെങ്കിൽ അതൊരു ഒറിജിനൽ അപ്രീസിയേഷൻ ആവില്ല. നേരെ തിരിച്ച് നല്ലത് ചെയ്ത് കാണുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക മാത്രമല്ല, അതിൻ്റെ എക്സ്പ്രഷൻ കൊണ്ട് പോലും മറ്റുള്ളവർക്ക് മനസ്സിലാവും ദേ ആർ റെക്കഗ്നൈസിങ്. അങ്ങോട്ടും ഇങ്ങോട്ടും റെക്കഗ്നൈസ് പോയാൽ മാത്രമേ ഇതിനെക്കൊണ്ടൊക്കെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ബന്ധമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് മാത്രമേ ഫാമിലിക്ക് നാളെ നല്ലൊരു നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.